ആദ്യം തന്നെ നമുക്ക് ITCയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പാദഫലമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ ലാഭത്തിൽ ഏകദേശം 2% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 5179.8 കോടി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വരുമാനം നോക്കുകയാണെങ്കിൽ എന്നാൽ 3.4% ഒരു ഇടിവോടുകൂടി 18,021.3 കോടി രൂപ. എബിഡ നോക്കുകയാണെങ്കിൽ 2.1% ഒരു നേട്ടം. എന്നാൽ മാർജിനിലേക്കൊക്കെ വരികയാണെങ്കിലും നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 32.8% ഉണ്ടായിരുന്ന ഒരു എബിഡ മാർജിൻ എന്ന് പറയുന്നത് 34.7%ആയിട്ടും വർദ്ധിച്ചിരിക്കുന്നു. കൂടാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അമിതാഭ് കാന്തിനെ നിലവിൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു. അദ്ദേഹം പരിശോധിക്കുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ ഒക്കെ CEO മറ്റുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. നിലവിൽ ഇപ്പോൾ ITCയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കറൻ്റ്ലി ITC ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ലാസ്റ്റ് 4-5 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് പ്രൈസ് ആൻഡ് വോളിയം കോൺട്രാക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അതും ബ്രേക്ക്ഔട്ട് സോണിന് നിയർ ആയിട്ട് കറൻ്റ്ലി അതായത് 422 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. ലാസ്റ്റ് 27th ഒക്ടോബറിലാണ് സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിൻ്റെ ലോ ഹോൾഡ് ചെയ്യുന്ന ITCനെ റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് എ ഗുഡ് ഫോർ നെക്സ്റ്റ് അപ്സൈഡ് റാലി. അതായത് 422 എന്ന ഹൈ റിജക്ഷൻ സോൺ മറികടക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു മൊമെൻ്റം റാലി തന്നെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ.